ആർത്തുല്ലസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ജബൽ ഹഫീത്തിൻ്റെ ഏറ്റവും ഓരോ രാജ്യങ്ങളുടെയും കൾച്ചറുകൾ നമുക്ക് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. കുറച്ചായി ഒരു യാത്രയൊക്കെ പോയിട്ട് ഫാമിലി ആയിട്ടാണ് യാത്ര പോകുന്നത്. വൈഫുണ്ട്, കുട്ടികളുണ്ട്. UAE ആണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അവിടെ അളിയനുണ്ട്. അപ്പോൾ അങ്ങനെ UAE എല്ലാ എമിറേറ്റ്സിലും ഒന്ന് കറങ്ങണം എന്നുള്ള ഒരു പ്ലാനിലാണ്. മുമ്പ് 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഫാമിലിയുമായിട്ട് ആദ്യമായിട്ടാണ് ദുബായിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെത്തി. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ കയറുന്നത്. തിരിച്ചും അതുപോലെ തന്നെ കേട്ടോ. ഫ്ലൈറ്റ് ഏകദേശം കാലാവസ്ഥ പ്രശ്നം കാരണം 1.5 മണിക്കൂറോളം ലേറ്റായിരുന്നു. നമ്മളെ കുട്ടീസൊക്കെ വളരെ ഹാപ്പിയിലാണ്. അവർ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്, അതും ഒരു വിദേശ യാത്രയാണ്. ഞാനും വൈഫും മുമ്പ് വിദേശയാത്ര പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും ഒന്നിച്ചുള്ള ഒരു വിദേശയാത്ര ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്കും തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ആദ്യ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വിൻഡോ സീറ്റ് വലിയ പ്രാധാന്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കുട്ടികളുമായി ഉള്ള ഈ ഒരു യാത്ര നമുക്കും തന്നെ വളരെയധികം സന്തോഷം തന്നെയാണ്. ഫ്ലൈറ്റ് യാത്ര കുട്ടികളോട് ഇങ്ങനെ ഈ യാത്രയെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം UAE ടൈം ഒരു പുലർച്ചെ 1 മണിയോട് കൂടി ഞങ്ങൾ അബുദാബിയിലെത്തി. അളിയനെ എയർപോർട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ മുസഫ 10 അബുദാബി മുസഫ 10 അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2ാം ദിവസം ദുബൈയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അബുദാബിയിൽ നിന്നും ദുബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ ദുബൈ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെള്ളം പല സ്ഥലങ്ങളിലും കയറിയതിനാൽ നമ്മളെ യാത്ര പിന്നെ ഞങ്ങൾ ഒന്ന് ഡൈവേർട്ട് ചെയ്തു. ഈ കാണുന്ന ഭാഗം ഫ്ലമിംഗോ എന്ന് പറയുമ്പോൾ അത് ഈ പക്ഷികളൊക്കെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഭാഗമാണിത്. ആ ഫ്ലമിംഗോ പക്ഷിയാണ് കാണുന്നത്. പൊതുവെ UAE ഒരുവിധ സ്ഥലങ്ങളൊക്കെ വെള്ളമാണ്. അബുദാബിയിൽ ഏകദേശം കുറവാണ്. നമ്മൾ 2 ദിവസം അബുദാബിയിൽ തന്നെ ആയിരുന്നു. ഒന്നിങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് അബുദാബിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യാസ് മാളിലേക്കാണ് കേട്ടോ. ഒരുപാട് സന്ദർശകർ ഇവിടെ ഉണ്ടെങ്കിലും മറ്റു മാളുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അറബികളെ ഇവിടെ നിന്നും കാണാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അല്ലൈൻ സൂവിലാട്ടോ. അല്ലൈനിലുള്ള ഈ ഒരു സൂ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സൂകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. 200ഓളം ഇനങ്ങളിലായി ഏകദേശം 4000ഓളം വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 1.5 മണിക്കൂറോളം സമയമെടുത്തു എത്താൻ. UAE മറ്റുള്ള എമിറേറ്റ്സുകളിൽ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂറോളം സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തേണ്ടതാണ്. മുതിർന്നവർക്ക് ഏകദേശം 35 ദിർഹമാട്ടോ പ്രവേശന ഫീസ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 800 രൂപയോളം വരും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഉച്ച സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുവിധം വന്യമൃഗങ്ങളൊക്കെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ പാത്തും പതുങ്ങിയിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള പക്ഷിക്കൂടുകളുണ്ട് കേട്ടോ അവിടെ. അവർ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ പക്ഷികൾക്കും അവർക്കനുസരിച്ചിട്ടുള്ള പ്രത്യേകം കൂടുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടിലേക്ക് നമ്മൾ നടന്നു പോവുകയാണെങ്കിലും പക്ഷികൾ ഒരു കാരണവശാലും മറ്റു ഭാഗങ്ങളിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ഡോറുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 1000ഓളം ഏക്കർ സ്ഥലം ഉള്ള ഒരു സൂ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉള്ള ചെറിയ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കാൻ ഈ ഒരു വാഹനം വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ.
അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഏകദേശം സമയങ്ങൾക്കിടയിൽ അത് വരുന്നുണ്ട് വണ്ടി. ഇതിനുള്ളിൽ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ സൂവിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇനി അടുത്തത് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്, അതുപോലെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. അതിനുശേഷം ഞങ്ങളിനി പോകുന്നത് നമ്മുടെ അബുദാബിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജബൽ ഹഫീത്തിലേക്കാണ്. ജബൽ ഹഫീത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 1250 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഉയരം. ഇവിടെ മറ്റുള്ള ഇപ്പം നമ്മളെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജബൽ ജെയ്സ്. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. കുട്ടികൾക്ക് ഒരു പാർക്ക് പോലെ യൂസ് ചെയ്യാം, ഓടി നടക്കാം, ചാടി നടക്കാം, അതിനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ നല്ല വിശാലതയുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ ഓപ്പണായിട്ട് തന്നെ തുറന്നു വിടാം. കാരണം വെച്ചാൽ ഇതിൻ്റെ മുകളിലെ എല്ലാ റോഡ് കയറി വരുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗവും നല്ല ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ആർത്തുല്ലസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ജബൽ ഹഫീത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം. അപ്പോൾ അല്ലയിലെത്തുന്ന ആളുകളൊക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക. ജബൽ ഹഫീത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു 10-50 സ്റ്റെപ്പ് ഉണ്ടാവും, കയറാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലൈൻ സിറ്റിയാണ് കേട്ടോ. അല്ലൈൻ സിറ്റിയെ പൂർണ്ണമായും കാണത്തക്ക രീതിയിലാണ് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ റോഡ് യാത്രകളുടെ പട്ടികയിൽ UAE ആദ്യമായി ഇടം നേടുകയുണ്ടായി. ഇതിന് കാരണം ഈ ജബൽ ഹഫീത്തിലേക്കുള്ള റോഡാണ്. ഇവിടെ റോഡ് ട്രിപ്പ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത റോഡ് യാത്രകൾ 3ാം സ്ഥാനമാണ് നമ്മുടെ ഈ ജബൽ ഹഫീത്തിലേക്കുള്ള ഈ റോഡ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ ആസ്വദിക്കുക. ജബൽ ഹഫീത്ത് എന്തായാലും കാണേണ്ടത് തന്നെയാണ്. ഇന്നലെ രാത്രി തന്നെ ജബൽ ഹഫീത്തിലും തിരിച്ച് ഞങ്ങൾ അബുദാബിയിലെത്തിട്ടോ. മുസഫ 10ലാണ് താമസം. അളിയൻ സിജുവിൻ്റെ ഫ്ലാറ്റാണ് ഇവിടെ. തൊട്ടടുത്ത് തന്നെയാണ് ഒരു ചെറിയ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ ഉച്ചക്ക് നല്ല അടിപൊളി നാടൻ ഭക്ഷണം, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഈ കുത്തരിച്ചോറും ഈ കുമ്പളങ്ങ കറിയും, പിന്നെ അതുപോലെ മീനും നല്ല അച്ചാറും മാങ്ങ ചമ്മന്തിയും ഒക്കെ അളിയൻ്റെ വൈഫ് ഫെമി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണിത്. അതിനുശേഷം ഞങ്ങൾ മാളിലൊക്കെ പോയി അധിക സമയത്തും ഒഴിവ് കിട്ടിയാൽ മാളിൽ പോകാൻ, അടുത്തന്നെ ഡെൽമ മാൾ പറഞ്ഞൊരു മാളുണ്ട്, മാളിലൊക്കെ ഒന്ന് പോയി സന്ദർശിച്ചു. ഞങ്ങൾ രാത്രി മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയങ്ങളൊന്നായ അബുദാബി നാഷണൽ അക്വേറിയത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സോണുകളിലായി 46,000 മൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അക്വേറിയത്തിൽ 25 വ്യത്യസ്ത ഇനങ്ങളെ പ്രതിനിധീകരിക്കുന്ന 200-ലധികം സ്രാവുകളും കിരണങ്ങളും ഉണ്ട്. 80 കടൽജീവി വിദഗ്ധരുടെ സംഘമാണ് എല്ലാ മൃഗങ്ങളെയും പരിപാലിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു അക്വേറിയം അല്ല, ഏറ്റവും നല്ല സേഫ്റ്റി ആയിട്ട് ഒരുപാട് പേര് പരിപാലിച്ചിട്ടാണ് ഈ ഒരു അക്വേറിയം നല്ല അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ കൊണ്ടുപോകുന്നത്. ദൗർഭാഗ്യവശാൽ ഞങ്ങൾ കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. എന്നാലും വിഷമമില്ല, കാരണം നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ പുറം ഭാഗം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതെല്ലാം പരമാവധി എക്സ്പ്ലോർ ചെയ്യുക. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബൈയിലേക്കാണ് കേട്ടോ. ദുബൈയിൽ പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗ്ലോബൽ വില്ലേജ്. ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ നവംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീസണൽ ഫെസ്റ്റിവലാണ്. ഓരോ രാജ്യങ്ങളുടെയും അവരവരുടെ കൾച്ചറുകളെ കാണിക്കുന്ന ലെവലിലുള്ള പവലിയനുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ചെന്നാൽ ഒരുപാട് റൈഡിങ് ഉണ്ട്, അതുപോലെ വിനോദം, ഫുഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. 22.5 ദിർഹമാണ് ഒരാളുടെ എൻട്രൻസ് ഫീ. കുട്ടികൾക്കും സീനിയർ സിറ്റിസനും ഇത് ഫ്രീ ആണ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഭാഗമാണ്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അവിടുത്തെ കൾച്ചറുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ വില്ലേജിൽ. ഇത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു രാജ്യമാണ്. അവിടെ കുവൈത്തിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്, കുറച്ചപ്പുറത്ത് യമൻ്റേത് കാണിക്കുന്നുണ്ട്, അതുപോലെ ഈജിപ്ത്,
മൊറോക്കോ, ഇന്ത്യ, പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും കൾച്ചറുകൾ നമുക്ക് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ റോഡ് സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന സ്ട്രീറ്റ് കടകളെ പോലെയാണ് ഇത്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരോ ഷോപ്പുകൾ. ഇതൊരു വെള്ളം നിൽക്കുന്ന ഭാഗമാണ്. കായൽ പോലെയുള്ള, നമ്മുടെ നാട്ടിലെ കായലിൽ കച്ചവടം ചെയ്താലൊക്കെ ഉണ്ടാവും അതുപോലെയുള്ള ഒരു ഭാഗമാണ്. കാശ്മീരിലെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണ്. നമ്മളെ സിജും കുട്ടികളും എല്ലാവരും ഇവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ട് ഫുഡുകൾ ഓർഡർ ചെയ്യേണ്ട ആ രീതിയിൽ നിൽക്കുകയാണ്. ഓരോ ഷോപ്പുകളിലും ഓരോ ഫുഡുകളാണ്. എല്ലാ ആളുകളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഫുഡിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഫുഡ് തന്നെ കേട്ടോ. ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിയ എല്ലാ ഐറ്റം ഫുഡുകളുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ഫുഡുകൾ ഈ സൈഡിലിരുന്ന് കഴിക്കും, ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യും. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. നമ്മൾ കാശ്മീരിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കായലിൽ ഇങ്ങനെ തടാകത്തിൽ വണ്ടി പോയിട്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. ചെറിയ വഞ്ചികൾ സൈഡാക്കി നിർത്തിയിട്ട് അതിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ. ഇത് UAE പവലിയനാണ് കേട്ടോ. നമ്മൾ എല്ലാ പവലിയനിലും കയറുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് റൈഡിങ് കാണാനുണ്ട്, അതുപോലെ നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ പവലിയനിലും കയറാമെന്നാലും നമുക്ക് ഇതിനൊന്നും സമയമില്ലാതാവും. ഇവിടെ ഇങ്ങനെ നല്ല ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഇരുന്നും ചാരി ഇരുന്നും കിടന്നും ഒക്കെ എല്ലാം കഴിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു എല്ലാ രാജ്യങ്ങളെയും കാണാം. യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളുടെയും പവലിയനെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റൈഡിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എൻട്രൻസ് ഫീ കുറവാണെങ്കിലും റൈഡുകളൊക്കെ പൊതുവേ നല്ല ഫീ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ട് അവരൊരു സ്റ്റോറി കാണിക്കുന്ന രീതിയിലാണ് ഈ റൈഡിങ് കാണിക്കുന്നത്. 2 ഭാഗത്ത് സ്റ്റേഡിയം ഉണ്ട്, അതിരുന്നിട്ടാണ് എല്ലാവരും ഇത്തരം കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കാണാൻ. ഇത് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഒരു സെൻട്രൽ ഏരിയ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഭാഗങ്ങൾ കാണാൻ സാധിക്കും. പാകിസ്ഥാൻ, തുർക്കി, യമൻ, ഈജിപ്ത്, ഇറാഖ്, ഖത്തർ, ലബനാൻ, പിന്നെ ആഫ്രിക്കക്ക് ഒന്നാകെ ഒരു ഭാഗമാണ്. ഇതിനുള്ളിൽ കയറിയാൽ ഫുള്ള് ആഫ്രിക്കൻ കൺട്രീസാണ് ഇവിടെ. അതുപോലെ റഷ്യ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഫുള്ള് യൂറോപ്പ് ഭൂഖണ്ഡമുള്ളത്. പിന്നെ അമേരിക്കൻ്റെ ഇവിടെ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്പോകളും മറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. Yes. Thank you. Hello, salam. കുറേ നടന്നപ്പോൾ നമ്മുടെ പവലിയനിലെത്തി, ഇന്ത്യയുടെ പവലിയനിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നമ്മളെ പവലിയന് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് മുമ്പിലാണെങ്കിലും ഉള്ളിലാണെങ്കിലൊക്കെ ഒരുപാട് ഫുഡുകളും നമ്മളെ കൾച്ചറുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഈജിപ്താണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അവരുടെ എന്തോ ഒരു പരമ്പരാഗത രീതിയിലുള്ള എന്തോ പാട്ടോ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണാം.
അപ്പോൾ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങുകയാണ്. ഒരുപാട് രാജ്യങ്ങളുടെ കൗണ്ടറുകളൊക്കെ കാണാൻ സാധിക്കുകയുണ്ടായി. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇത് വർഷത്തിൽ 6 മാസമാണ് ദുബായിൽ ഈ ഒരു വില്ലേജ് ഉണ്ടാവുക. ബാക്കി 6 മാസം ചൂട് കാലഘട്ടമാണ്, ആ സമയത്ത് ഉണ്ടാവില്ല. ഹലോ, നമ്മളെ ഗ്ലോബൽ വില്ലേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടാ എങ്ങനെയുണ്ടായിരുന്നു? എന്തെന്റെ അഭിപ്രായം? യെസ്, ഓക്കെ. എക്സിറ്റിന്റെ ഭാഗമാണ് ഇത്. കളർ മാറി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഏകദേശം ഒരു 30 സെക്കൻഡ് സമയം ഒരു ലൈറ്റ് ആയിരിക്കും, പിന്നീട് ലൈറ്റ് വേറൊരു കളറായിട്ട് മാറും. എന്തായാലും നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ കാണാൻ സാധിക്കുമെങ്കിൽ നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്.